അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തിങ്കളാഴ്ചയാണ്, വർക്കിംഗ് ഡേ ആണ്. എല്ലാവരും തിരക്കിലായിരിക്കും. തിരക്കൊക്കെ ഒഴിയുന്ന സമയത്ത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊക്കെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. കാരണം വീണ്ടും നമ്മൾ വീഡിയോ ഇടുമ്പോൾ, സിനിമാ സംബന്ധമായ വീഡിയോകളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയും ചെയ്യും. അപ്പം എന്താ പറയുന്നത്, ഇന്നലെ തുടരും എന്ന ചിത്രം, അതിനു മുമ്പ് ഒരു കാര്യം കമൻ്റായിട്ട് പലരും എന്നോട് ചോദിച്ചു, എൻ്റെ പേരെന്താണ്, പേരിൽ എന്തുണ്ട് കാര്യം എന്ന് ചോദിച്ചാലും എൻ്റെ പേര് പ്രദീപ് എന്നാണ്. അങ്ങനെ എൻ്റെ പേരിൽ തന്നെ തുടങ്ങാം. അപ്പം ഞായറാഴ്ച 24 ഞായറാഴ്ച ദിവസത്തെ കളക്ഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടി എല്ലാവരും ആകാംക്ഷയോട് കാത്തിരിക്കുകയായിരിക്കും. തുടരും എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഞായറാഴ്ച കൊലമാസമായിരിക്കും, തീയായിരിക്കും, കാട്ടുതീയായിരിക്കും, അതൊരു വല്ലാത്ത തീയായിട്ട് ആണ് സാധ്യത എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അത് അക്ഷരം പ്രതി ശരിവെക്കുന്ന കളക്ഷൻ തന്നെയാണ് വന്നിരിക്കുന്നത്. 24ാമത്തെ ദിവസമാണ് ഞായറാഴ്ച ഈ ചിത്രം റിലീസായതിനു ശേഷം. ആ 24 ദിവസവും മലയാള സിനിമയിലെ 1ാം സ്ഥാനത്ത് തന്നെ തുടരും എന്ന ചിത്രമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും അതിശയകരമായ കാര്യം. ഇതിനിടയിൽ പല ചിത്രങ്ങളും വന്നു പോയി, അപ്പോഴും തുടരും ഇവിടെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. 1ാം സ്ഥാനത്ത് തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞിരുന്നു 2.5 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ പ്രതീക്ഷിക്കാം എന്ന് തന്നെ പറഞ്ഞിരുന്നു. അത് അക്ഷരം പ്രതീക്ഷ വെക്കുന്ന കളക്ഷൻ തന്നെയാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 2,59,00,000 രൂപയാണ് കേരളത്തിൽ നിന്ന് ഈ ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 110 കോടിക്ക് മുകളിലേക്ക് ഈ ചിത്രം കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്ത രാവിലെ തന്നെ അറിയിച്ചുകൊള്ളുന്നു. ഇന്നലെ ടിക്കറ്റ് വിൽപ്പന നടന്നത് ഏകദേശം 57,640 ടിക്കറ്റ്. പ്രത്യേകം ശ്രദ്ധിക്കുക, 24ാമത്തെ ദിവസമാണ് ഈ 57,640 ടിക്കറ്റ് വിറ്റത് എന്നത്. മലയാളത്തിൽ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന എല്ലാ ചിത്രങ്ങളും കൂടെ കൂട്ടി നോക്കിയാലും ഇത്രയും ടിക്കറ്റ് വിറ്റിട്ടില്ല ബാക്കി എല്ലാ ചിത്രങ്ങളിലും. അപ്പം തുടരും മറ്റുള്ള ചിത്രങ്ങൾ എന്ന് പറയേണ്ടി വരും. ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ പോക്കുന്നത്. അപ്പം വേൾഡ് വൈഡായിട്ട് നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, പ്രതീക്ഷിക്കുന്ന തുക എന്ന് പറയുന്നത് ഏകദേശം 5 കോടി രൂപയെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ 225 കോടിയിലേക്ക് ഇന്നലെ കൊണ്ട് ഈ ചിത്രം എത്തിക്കാണും എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇന്ന് കൊണ്ട് ഈ ചിത്രം എത്തുമെന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. അങ്ങനെ 225 കോടി വേൾഡ് വൈഡായിട്ട് ചിത്രം നേടിയ കാര്യവും ഉറപ്പാക്കിയിരിക്കുകയാണ്. ശനിയാഴ്ച 23ാമത്തെ ദിവസം വേറെ ഒരു റിപ്പോർട്ട് വന്നിരുന്നു. മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഈ ചിത്രം വൻ കൊയ്ത്താണ് നടത്തിയിരിക്കുന്നത്. ഏകദേശം 6.8 മില്യൺ കളക്ട് ചെയ്തിരിക്കുന്നത്. ഏകദേശം 58 കോടി 10 ലക്ഷം രൂപയാണ് മിഡിൽ ഈസ്റ്റിൽ നിന്ന് മാത്രമായി ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ചിത്രം ഇറങ്ങിയിരിക്കുന്ന എല്ലാ മേഖലയിലും വമ്പൻ കളക്ഷൻ തന്നെയാണ് തുടരും എന്ന ചിത്രം നേടിയിരിക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകം എടുത്തു പറയണം. അതുപോലെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, വേൾഡ് വൈഡായിട്ട് ഏകദേശം 225 നേടിയിരിക്കുന്നു. അപ്പം 110 കേരള ഇട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ കളക്ഷൻ, ഇന്ന് വർക്കിംഗ് ഡേ ആണ്, ഇന്ന് കളക്ഷൻ കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നവരുടെ ഇരുട്ടടി കിട്ടിക്കൊണ്ടാണ് രാവിലത്തെ ബുക്കിംഗ് നിലവാരം വന്നിരിക്കുന്നത്. ഏകദേശം 1,500ഓളം ടിക്കറ്റുകൾ മണിക്കൂറിൽ തിങ്കളാഴ്ച ദിവസവും വിറ്റ് പോകുന്നു എന്നാണ് നമുക്കറിയാൻ പറ്റുന്നത്. തിങ്കളാഴ്ച ദിവസവും 1,500ഓളം ടിക്കറ്റ് വിറ്റ് പോകുന്നു. അപ്പം വേറെ രസകരമായ സംഭവം, 1ാം തീയതി അതിന് ശേഷമൊക്കെ റിലീഫായ ചിത്രങ്ങളെല്ലാം തന്നെ, കഴിഞ്ഞ ആഴ്ചയിലൊക്കെ റിലീഫായ പ്രിൻസ് ഉൾപ്പെടെയുള്ള ചിത്രങ്ങളൊന്നും തന്നെ 1 മണിക്കൂർ ട്രെൻഡിങ്ങിൽ ഇപ്പോഴും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. അപ്പോൾ തുടരും ആ 1 മണിക്കൂർ ട്രെൻഡിങ്ങിൽ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് 1,500 ടിക്കറ്റ് വിൽപ്പനയുമായിട്ട്. അപ്പോൾ തുടരും വിശേഷങ്ങൾ ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല. ഇനിയും ഉച്ചയാകുമ്പോഴത്തേന് വേൾഡ് വൈഡ് കളക്ഷൻ വരും. അപ്പം നമ്മൾ പറഞ്ഞത് കൃത്യമാകാനാണ് സാധ്യത. അതുപോലെ തുടരും സിനിമയുമായിട്ട് ബന്ധപ്പെട്ട പുതിയ പുതിയ വിശേഷങ്ങളും വാർത്തകളും ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ എത്താം. ഈ ചിത്രങ്ങളിലെ കളക്ഷനുമായിട്ട് അല്പസമയത്തിനുള്ളിൽ പുതിയ വീഡിയോയുമായിട്ട് ഞാൻ എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും ഓക്കെ, ബൈ.